ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധ സഭയുടെ ആരാധനാ ക്രമീകരണം അനുസരിച്ച് അറിയിപ്പിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി നടപ്പാക്കുവാനായിട്ട് ദൈവം മനുഷ്യരെ തിരഞ്ഞെടുത്ത് അവർക്ക് ആവശ്യമായ സന്ദേശങ്ങൾ നൽകി അവരെ അതിനുവേണ്ടി ഒരുക്കുന്നതായ വേദഭാഗങ്ങളാണ് വായനകളാണ് കഴിഞ്ഞ ആഴ്ചയിലും ഒക്കെ നമ്മൾ വായിച്ച് കേട്ടത്. അറിയിപ്പിൻ്റെതായ ഒരു കാലഘട്ടം, സക്രിയയോടുള്ളതായ അറിയിപ്പ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വായിച്ച് ധ്യാനിച്ചു. ഇന്ന് വിശുദ്ധ ദൈവമാതാവിനുള്ളതായ അറിയിപ്പിൻ്റെ ഞായറാഴ്ചയാണ്. പിതാക്കന്മാര് ക്രമീകരിച്ചിരിക്കുന്നതായ വിശുദ്ധ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ളതായ വേദവാക്യങ്ങളാണ്. വചനപ്പിന്റെ സന്ദേശം നൽകുന്നതായ എവങ്കേലിയൻ ഭാഗമാണ് ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. ഗബ്രിയേൽ മാലാഖ കന്യകയായ മറിയമിന്റെ അടുത്ത് വന്ന് സ്വർഗത്തിലെ അരുളിപ്പാട് അറിയിക്കുന്നു. ഈ അരുളിപ്പാട് കേട്ട് പരിഭ്രമിച്ചു നിന്നതായ മറിയം ദൈവദൂതനോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് മാതാവിന്റെ ശ്രേഷ്ഠതയിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയായിട്ട് പരിശുദ്ധ പിതാക്കന്മാര് എടുത്തു കാണിക്കുന്നത്. ദൈവമാതാവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല. മറിച്ച് പാരമ്പര്യങ്ങളിൽ നിന്നും പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്നുമാണ് ദൈവമാതാവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ രണ്ട് ട്രഡീഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, മാതാവിൻ്റെ മാതാപിതാക്കന്മാര് നന്നേ ചെറുപ്പത്തിലെ മരിച്ചു പോയിട്ട് യഹൂദ റാബിമാര് എടുത്ത് വളർത്തുന്നതായ, ദേവാലയത്തോട് ചേർത്ത് എടുത്ത് വളർത്തുന്നതായ ഒരു പാരമ്പര്യവും. മറ്റൊരു പാരമ്പര്യമുള്ളത് മാതാവിൻ്റെ പിതാക്കന്മാരായ യോയാക്കീമും ഖന്നാവും ദൈവത്തിന് വഴിപാടർപ്പിച്ച ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട മാതാവ്. എങ്ങനെയാണെങ്കിലും ദൈവമാതാവ് ദേവാലയത്തോട് ചേർന്നുള്ളതായ ഒരു ജീവിതക്രമമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹൂദ പാരമ്പര്യത്തില് കന്യകയായിരിക്കുമ്പോൾ തന്നെ നന്നേ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതായ ഒരു പാരമ്പര്യം അന്നും ഇന്നും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ കന്യകയ്ക്ക് വിവാഹ നിശ്ചയം ഉറപ്പിച്ചിരിക്കുന്നതായ ഒരു സമയത്താണ്, യൗസേപ്പ് എന്നതായ പ്രായമുള്ള ഒരു മനുഷ്യനോട് വിവാഹ നിശ്ചയം ഉറപ്പിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഗബ്രിയേൽ മാലാഖ വന്ന് പറയുന്നത്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന്. പ്രിയമുള്ളവരെ, ഈ പ്രതിസന്ധിയുടെ നടുവിലാണ് ദൈവമാതാവ് ദൈവഹിതം നിറവേറ്റുവാനായിട്ട് ജീവിതത്തെ മാറ്റിവെക്കുന്നത്. നമുക്കറിയാം, യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഗബ്രിയേൽ മാലാഖയുടെ അരുളിപ്പാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ 2 അപകടങ്ങൾ നിലനിൽക്കുന്നു. ഒന്ന്, പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കന്യക ഗർഭം ധരിച്ചു എന്ന കുറ്റം ചുമത്തി കല്ലെറിഞ്ഞ് കൊല്ലും. രണ്ടാമത് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നതായ ജോസഫുമായിട്ടുള്ളതായ വിവാഹം തകരും. ഈ ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ് ദൈവമാതാവ് ദൈവഹിതം നിറവേറ്റുന്നത്. അതായത് സ്വന്തം ഹിതം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ ഹിതം സ്വന്തം ജീവിതത്തിൽ നിറവേറ്റുവാൻ വേണ്ടി സമൂഹത്തിൻ്റെ പ്രതിസന്ധികളെ ധൈര്യപൂർവം നേരിട്ട ധൈര്യവതിയായ സ്ത്രീയാണ് ദൈവമാതാവ്. പരിശുദ്ധ പിതാക്കന്മാര് ദൈവമാതാവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ആദ്യത്തെ വാക്യവും ഈ ലൂക്കോസിന്റെ സുവിശേഷം 26-ാം അധ്യായം 28-ാം വാക്യമാണ്. അവിടെ മാതാവ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി,
നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഒന്നാം മാതാവെന്ന് നമ്മൾ വിളിക്കുന്നതായ ഹവ്വ സ്വന്തഹിതം നടപ്പാക്കുവാൻ വേണ്ടി ദൈവഹിതം മാറ്റിവെച്ചു. ഇവിടെ രണ്ടാം ഹവ്വ എന്ന് വിളിക്കുന്നതായ മാതാവ് ദൈവഹിതം നടപ്പാക്കുവാൻ വേണ്ടി സ്വന്തഹിതം മാറ്റിവെച്ച് ഈ സമൂഹത്തിന്റെ പ്രതിസന്ധികളെ നേരിടുവാൻ ധൈര്യം കാണിച്ചു. ഈ ആത്മീയ ധൈര്യമാണ് മാതാവിന്റെ ശ്രേഷ്ഠതയുടെ ഒന്നാമത്തെ ഗുണമായിട്ട് പിതാക്കന്മാര് എടുത്ത് കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവഹിതമനുസരിച്ച് കാര്യങ്ങളെ തീരുമാനിക്കുവാൻ, ദൈവഹിതമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. തീരുമാനങ്ങൾ എടുക്കേണ്ടതായ സമയമുണ്ടാവുമ്പോൾ, നിർണായകമായ ചില സമയങ്ങളുണ്ടാവുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവഹിതത്തോട് ചേർന്ന് നിന്നിട്ടുണ്ട്. പലപ്പോഴും ലോകപ്രകാരമുള്ളതായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുമ്പോൾ ദൈവഹിതം നടപ്പാക്കുന്നതിന് പകരം സ്വന്തഹിതം പലപ്പോഴും നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ സ്വന്തഹിതം എപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കിയിട്ടുണ്ടോ, ആത്യന്തികമായി അതിൻ്റെ ഫലം സന്തോഷത്തിന്റെ അനുഭവമായിരിക്കത്തില്ല, മറിച്ച് കഷ്ടതയും ദുഃഖവും പ്രയാസങ്ങളുമായിരിക്കും. നമുക്കറിയാം, അബ്രഹാമിന്റെ സഹോദരനായ ലോത്തും കൂടെ അവർ യാത്ര പുറപ്പെടുന്നു. കുറച്ചു കഴിഞ്ഞ് അവരുടെ സന്തതികളെല്ലാം വളരുന്നു, ആടുമാടുകൾ വർദ്ധിച്ചു, സമ്പത്ത് വർദ്ധിച്ചു. ഈ സമയത്ത് ഈ സഹോദരന്മാര് വേർപിരിയാൻ നേരത്ത് അബ്രഹാം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അവന്റെ ഹിതത്തിന് വിടുകയായിരുന്നു. ലോത്ത് നോക്കിയപ്പോൾ വളരെ മനോഹരമായ ഒരു ദേശമാണ് കണ്ടത്. സോദോം ഗൊമോറ എന്ന് പറയുന്നതായ ഒരു ദേശം, വളരെ മനോഹരമായ ദേശം. ലോത്ത് വിചാരിച്ചു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ സുരക്ഷിതനായി, ഞാൻ സമ്പന്നനായി, എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി എന്ന്. നമുക്കറിയാം, അബ്രഹാം ദൈവഹിതമനുസരിച്ച് തിരഞ്ഞെടുത്തു. ലോത്തും അബ്രഹാം വീണ്ടും യാത്ര ചെയ്തു. നമുക്കറിയാം, ലോത്ത് തിരിഞ്ഞു നോക്കുവാൻ പോലും സാധിക്കാതെ സ്വന്തം ഭാര്യ പോലും നഷ്ടപ്പെട്ടുകൊണ്ട് ആ സമ്പന്നമായ ദേശത്തു നിന്ന് തിരിച്ചു പോരുന്നതായ അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് നിർണായകമായ ചില സമയങ്ങളുണ്ടാകുമ്പോൾ, തീരുമാനമെടുക്കേണ്ടതായ സമയങ്ങളുണ്ടാകുമ്പോൾ ദൈവഹിതമനുസരിച്ച് തീരുമാനമെടുക്കുവാൻ, ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരിക്കൽ ഞാൻ ഓർത്തുപോവുകയാണ്, എൻ്റെ അടുക്കിലേക്ക് ഒരു വിവാഹത്തിന്റെ കാര്യവുമായിട്ട് മാതാപിതാക്കന്മാർ കടന്നു വരുന്നു. ഒരാലോചന ചോദിക്കുവാൻ വേണ്ടി മാത്രമാണ് അവർ വന്നു. ആ മോളെ കെട്ടുന്നതായ മകന്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു. അവൻ സമ്പന്നനാണ്, അവന് വലിയ ഉയർന്ന പദവിയുണ്ട്, ഉന്നതമായ കുടുംബമാണ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ സംസാരിച്ചു. ഞാൻ അവരോട് ഒരു കാര്യം മാത്രം പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം അന്വേഷിക്കണം. നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കുന്നതായ മകൻ ദൈവാലയത്തോടും ദൈവത്തോടും എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ അന്വേഷിക്കണം. അവിടുത്തെ വികാരിയെ വിളിച്ചു ചോദിക്കണം. അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കണം. അവൻ്റെ കൗദാശിയാനുഷ്ഠാന ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കണം. ആ രീതിയിലുള്ളതായ ഒരു നിർദ്ദേശമാണ് കൊടുത്തു വിട്ടത്. അന്നേരം മാതാവിനോട് പറഞ്ഞു, അച്ഛാ, ഈ കാലത്ത് അതിൻ്റെ ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ പിള്ളേരൊക്കെ അങ്ങനെയൊക്കെയാണ്. പ്രിയമുള്ളവരെ, ആ വിവാഹം നടന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും 2 സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. രണ്ടുപേരും ആ വിവാഹ ജീവിതം മുടങ്ങി. അവർ രണ്ടും 2 ഭാഗങ്ങളിലേക്ക് മാറി വീണ്ടും കല്യാണത്തിനായിട്ട് ഒരുങ്ങുന്നതായിട്ട് ഞാൻ അറിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോഴും അത് ദൈവഹിതമനുസരിച്ച് തീരുമാനമെടുക്കുവാൻ സാധിക്കുമ്പോഴാണ് ദൈവം വഴി നടത്തുന്നത്. ഇവിടെ ദൈവമാതാവിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നുണ്ട്, എന്താണ് ദൈവമാതാവിന്റെ ശ്രേഷ്ഠത എന്ന്. നമുക്കറിയാം, യേശുവിന്റെ മാതാവും പിതാവും യേശു തമ്പുരാനെ കാണുവാനായിട്ട് കടന്നു ചെന്നപ്പോൾ, യേശുവിനെ കാണാൻ സാധിക്കാതെ വന്നപ്പോൾ ശിഷ്യന്മാര് യേശു തമ്പുരാനോട് ചെന്ന് പറയുന്നുണ്ട്, നിന്റെ മാതാവും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു. അപ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞു, എൻ്റെ മാതാവാര്, എൻ്റെ സഹോദരന്മാരാര്?
ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ആരോ അവനാണ് മാതാവും സഹോദരനും. പ്രിയമുള്ളവരെ, ആര് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നുവോ, ആര് ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നുവോ, അവൻ ദൈവത്തിന്റെ മകനും മകളുമാണ്. ഇവിടെയാണ് ദൈവമാതാവിന്റെ ശ്രേഷ്ഠത. രണ്ടാമത് നമ്മളിവിടെ കാണുന്നത് ഈ ആത്മീയ ധൈര്യമാണ്. ഈ സമൂഹത്തിന്റെ പ്രതിസന്ധികളെ നേരിടുവാനുള്ളതായ വലിയ ധൈര്യം ദൈവമാതാവിന് ഉണ്ടായി എന്നുള്ളതാണ്. എങ്ങനെ ഉണ്ടായി? നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പോലും നമ്മൾ തകർന്ന് തരിപ്പണമാവുന്ന സന്ദർഭങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതായ കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ആത്മീയ ധൈര്യമുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെയും നേരിടുവാനുള്ളതായ തൻ്റെ ഇടവും ധൈര്യവും ദൈവം തമ്പുരാൻ നമുക്ക് നൽകും. ദൈവമാതാവിൻ്റെ ആത്മീയ ധൈര്യം ഉണ്ടായത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. കൗദാശിക അനുഷ്ഠാന ജീവിതം, പ്രാർത്ഥന ജീവിതം, നൊയമ്പുപവാസ ജീവിതം, ഇതിലൂടെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ശക്തി പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സകല പരിശുദ്ധന്മാരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോഴും അവരുടെ എല്ലാം ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠത ഈ പ്രാർത്ഥനാ ജീവിതവും, ഈ കൗദാശിക അനുഷ്ഠാന ജീവിതവും, നൊയമ്പുപവാസ ജീവിതവും ഒക്കെയാണ്. പ്രിയമുള്ളവരെ, ഇതില്ലാതെ ഒന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ധൈര്യം ഉണ്ടാവുകയില്ല. അപ്പോഴായിരിക്കും നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നത്. ഇവിടെ തൻ്റെ ജീവന് പോലും അപകടമുണ്ടായപ്പോൾ, ഉണ്ടാകുന്ന സാഹചര്യമുള്ളപ്പോൾ മാതാവ് സ്വന്തഹിതം മാറ്റിവെച്ചിട്ട് ദൈവഹിതം നടപ്പാക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചു. ഇതാണ് മാതാവിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നടപ്പാക്കുവാൻ സാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തോടുണ്ടാവുകയും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും സമാധാനവും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും വർദ്ധിച്ചു വരും. ഏത് പ്രശ്നങ്ങളെയും ധൈര്യപൂർവ്വം നേരിടുവാനുള്ളതായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നമ്മൾ ആർജിക്കുന്നതായ ആത്മീയ ധൈര്യം നമുക്ക് ഏതൊരു പ്രശ്നങ്ങളെയും നേരിടുവാനുള്ള ശക്തി ലഭിക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം തേടാം, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് സഭയുടെ അമ്മയായിട്ടാണ്. നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ദൈവസന്നദ്ധയിൽ സമർപ്പിക്കുന്ന അമ്മ. ആ മധ്യസ്ഥതയിൽ അഭയം തേടാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.